ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതത്തിന് പോകുന്ന ഭാര്യമാർ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ, അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിതമല്ലാത്തത്. ഞാൻ ഇതിനെപ്പറ്റി മുമ്പേ അതൊരു വീഡിയോയിൽ ചെറുതായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ സമയങ്ങൾ വരുമ്പോൾ നമുക്ക് ഓരോ ചിന്തകൾ കൂടി വരും അല്ലേ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഇപ്പം എൻ്റെ മനസ്സിലേക്ക് വന്ന കുറച്ച് കാര്യങ്ങൾ, അവിഹിതത്തിലേക്ക് പോകുന്ന സ്ത്രീകൾ, എനിക്ക് അവരോടൊന്ന് പറയാനുള്ളൂ. കാരണം ഒരൊറ്റ കാര്യം, നമുക്ക് കിട്ടാത്തത് വേറെന്തോ എവിടെ നിന്നോ കിട്ടും എന്ന് കരുതിയിട്ടാണ് ഇവർ ഈ അവിഹിതത്തിലേക്ക് പോണത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, പലരും പറയുന്ന കാര്യങ്ങൾ പലതുമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കയറിങ്ങില്ല, സ്നേഹമില്ല, മാങ്ങാത്തൊലിയില്ല, മണ്ണാങ്കട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഒരാൾക്കും ഒരാളെയും പൂർണ്ണമായിട്ടും ചേർത്ത് പിടിക്കാനോ സ്നേഹിക്കാനോ ഈ ഭൂമിയിൽ സാധിക്കില്ല. ഒരാൾ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഇയാൾക്കും കൂടി എന്തെങ്കിലും ലാഭം ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത്. ഒരാൾ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആരായിക്കോട്ടെ, സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എന്തെങ്കിലും എലമെൻറ്റ് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ കയ്യിലുണ്ടാവും. പിന്നെ ഒരാൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ അയാളെ സ്നേഹിക്കുകയാണെങ്കിൽ അതിന് വേണമെങ്കിൽ നമുക്ക് സ്നേഹം എന്ന് പറയാം. അപ്പോൾ അതിലും ഈ ഇപ്പോൾ ഒരാളോട് എനിക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുക, അയാളെ ഞാൻ സ്നേഹിക്കുകയാണ്. ആ സ്നേഹിക്കുന്നതിൽ കൂടെ എനിക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. അല്ലാതെ അയാൾക്ക് എന്നെ ഇഷ്ടമുണ്ടോയെന്നോ അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോയെന്നോ ഞാൻ നോക്കാറില്ല. അപ്പം എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരാളെ സ്നേഹിക്കുന്നത്. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ഇപ്പം നിങ്ങളോട് ഒരു അവിഹിതം കാണിച്ച് ഒരാൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് അയാളുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. അല്ലാതെ നിങ്ങളെ പൊക്കി താങ്ങി കൊണ്ടു നടക്കാനല്ല. എൻ്റെ പൊന്നു ചേച്ചിമാരെ, അങ്ങനെ പോകുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, അല്ലാത്തവരോടല്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പഴി കേട്ടിട്ടുള്ളത് ഗൾഫുകാരുടെ ഭാര്യമാരുണ്ട്. ഇപ്പോൾ ഗൾഫുകാരുടെ ഭാര്യമാരായാലും എനിക്ക് അവരോടൊന്ന് പറയാനുള്ളൂ, കെട്ടിയവന്മാർ കല്യാണത്തിന് മുമ്പ് ചിലപ്പോൾ നാട്ടിൽ ജോലിയായിരിക്കാം, അപ്രതീക്ഷിതമായി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഗൾഫിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഞാൻ അടച്ചാക്ഷേപിക്കല്ല കേട്ടോ. ഞാൻ ഗൾഫുകാരൻ്റെ ഭാര്യയാണ്, അപ്പം അടച്ചാക്ഷേപിക്കല്ല. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ആ സിറ്റുവേഷൻ ഇന്നതായിരിക്കും. അദ്ദേഹം ഗൾഫിലേക്ക് പോയാൽ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നാട്ടിലുള്ള പോലെ എല്ലാ ദിവസവും തല്ലുപിടിക്കാനും അടികൂടാനും അല്ലെങ്കിൽ സ്നേഹപ്രകടനം നടത്താനും സാധിക്കില്ല. നമുക്ക് വീഡിയോ കോളിൽ കൂടെ അല്ലെങ്കിൽ ഫോണിൽ കൂടെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റാതെ ആവണത് എവിടെ നിന്നാണ്? നമുക്ക് നമ്മുടെ മറ്റുള്ള എല്ലാ ഇതിനെയും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോവുക എന്ന് പറയും. ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. കാരണം വേറൊന്നുമല്ല, ഒറ്റ കാര്യമില്ല, കുറേ കാര്യം പറയുമ്പോൾ ഒറ്റ കാര്യം നയിപ്പോണ്. ഒരു കാര്യം ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു ചേർത്ത് പിടിക്കൽ അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറയണത് അതും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ നൈമിഷികമാണ് എന്ന് മനസ്സിലാക്കുക. നമുക്കത് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മുടെ കൂടെ ഉള്ള ഭർത്താവാണെങ്കിൽ പോലും എപ്പോഴും ആ ചേർത്ത് പിടിക്കലോ സ്നേഹപ്രകടനങ്ങളോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പം നമ്മൾ നോക്കിയേ, ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയാം, എനിക്ക് ദേഷ്യം കയറിയാൽ ഞാൻ കിടന്ന് ഒച്ചെടുക്കും, ബഹളം വയ്ക്കും, നല്ല ചീത്തയൊക്കെ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. പക്ഷെ വഴക്ക് കൂടിയിരിക്കാറില്ല. ഞാൻ മറന്നു പോകും വഴക്ക് കൂടുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാനത് മനസ്സിൽ നിന്ന് വിട്ടുപോകും. അപ്പം നമ്മളായാലും അവരുടെ അടുത്ത് ഒച്ചെടുക്കും, ബഹളം വയ്ക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, അവിഹിത അന്വേഷിച്ച് പോണ ആണുങ്ങളുണ്ട്, അതിൻ്റെ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 1 മിനിറ്റിൻ്റെ ഒരു വീഡിയോ കണ്ട്. ഭർത്താവ് കൂടെ ഉണ്ട്, ഭർത്താവ് ജോലി ചെയ്ത് വരുമ്പോഴും വീട്ടിലുള്ളപ്പോഴും ഇവർ ഫോണിലും വേറൊരാളായിട്ടും ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ആയി അവസാനം ഈ പെണ്ണിനെ ചീറ്റ് ചെയ്ത് പോകുന്നു. ഈ പെണ്ണ് ആത്മഹത്യ ചെയ്യുന്നു. അപ്പോഴും വിഷമിച്ചിരിക്കുന്നത് ഭർത്താവും കുഞ്ഞുങ്ങളും മാത്രമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഭർത്താവ് അറിയാതെ ആയാലും അറിഞ്ഞിട്ടായാലും വേറൊരു അവിഹിതത്തിലേക്ക് ചാടുമ്പോൾ, അവിഹിതം എന്ന് പറയുന്നത് നമുക്ക് ഹിതമല്ലാത്തത്, അതാണ് അവിഹിതം എന്ന് പറയുന്നത്. ഹിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് സുഗമമായി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതിനെയാണ് ഹിതമല്ലാതെ ആവുക, അതാണ് അവിഹിതം. അപ്പോൾ എനിക്ക് വട്ടല്ല കേട്ടോ, അങ്ങനെ ആരും വിചാരിക്കരുത്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ.
ഒരാൾ നമ്മളോട് ഇഷ്ടപ്പെട്ട് സ്നേഹം കാണിച്ച് സ്നേഹപ്രകടനമൊക്കെ നടത്തി നമ്മൾ അയാൾ കൂടെ ഡിങ്കോൾഫി മങ്കോൾഫിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ അവർ നമ്മളെ ചൂഷണം ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ചൂഷണം ചെയ്ത് പോയ 1-2 പേരെ എനിക്കറിയാം. അതിൻ്റെ പേരിലാണ് ഞാനിത് പറയണത്. എനിക്ക് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാനത് ചെയ്തതെന്നല്ല കേട്ടോ. എൻ്റെ കൺമുമ്പിൽ കണ്ട 1-2 കാഴ്ചകളാണ് ഞാൻ പറയണത്. കുഞ്ഞുമക്കളെ വരെ ഉപേക്ഷിച്ചിട്ടിട്ട് പോയവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ ഇത്രേ പറയണുള്ളൂ. എന്ത് ചേർത്ത് പിടിക്കലുകളായാലും എന്ത് സ്നേഹപ്രകടനങ്ങളായാലും വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ നമുക്കത് കിട്ടുന്നുള്ളൂ. പക്ഷെ ആ കിട്ടുന്നത് വെച്ചിട്ട് നമ്മൾ ഭർത്താക്കന്മാരെ സ്നേഹിക്കുകയും നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതില്ലാതെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെന്തിന് നമ്മളെ മറക്കണം? ഭർത്താവ് നമ്മളെ മറന്നാലും നമുക്കൊരു ക്വാളിറ്റി ഉണ്ട് ഇല്ലേ? നമുക്കൊരു ക്വാളിറ്റി ഉണ്ട്. എല്ലാ സ്ത്രീകൾക്കും ഒരു ക്വാളിറ്റി ഉണ്ട്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ അംശമുള്ളതാണ്. ദേവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവതി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഭഗവതിയെ എങ്ങനെയാണോ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തൊഴുകയും കാണുകയൊക്കെ ചെയ്യണത്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അല്ലേ? അതുപോലെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് നമ്മളെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും നമ്മൾ കാണണം. അതാണ് അതിൻ്റെ ശരി. അതായത് എൻ്റെ ശരീരം അല്ലെങ്കിൽ എൻ്റെ മനസ്സ് എന്ന് പറയുന്നത് എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് കണ്ടവന്മാർക്ക് എന്താ പറയുക, ചവിട്ടിക്കൂട്ടി തുപ്പാനുള്ളതല്ല. വഴി കൂടെ പോണവർക്കായാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കയറി വരുന്നവർക്കായാലും ചവിട്ടിക്കൂട്ടി തുപ്പാനുള്ളതല്ല. അത് ആ രീതിയിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കെട്ടിയവന്മാരായാലും ആവശ്യമില്ലാത്ത ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, നമ്മളെ ചവിട്ടിക്കൂട്ടി തുപ്പാനുള്ളതല്ല നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്. അപ്പോൾ ഒരു അവിഹിതക്കാരൻ്റെ കയ്യിൽ നമ്മുടെ ശരീരവും മനസ്സും കൊടുത്താൽ എന്താവും? അതായത് അത്രയും ഈശ്വരാംശമുള്ള നമ്മുടെ ബോഡിയും നമ്മുടെ മനസ്സും വേറൊരാളെ കയ്യിൽ കൊടുത്താൽ അയാൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് ഇങ്ങനെ 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 ഉണ്ടാക്കി നശിപ്പിച്ച് കളയും. അവസാനം എന്താവും? നമ്മളൊന്നും അല്ലാണ്ടായിട്ട് തീരും. എന്ത് കാര്യം അതുകൊണ്ട്? എന്താണ് അതുകൊണ്ടുള്ളൊരു കാര്യം? നമ്മളൊന്നും അല്ലാതായി തീർന്നിട്ട് എന്താണ് അതുകൊണ്ടുള്ളൊരു കാര്യം? താൽക്കാലികമായൊരു സന്തോഷം, താൽക്കാലികമായൊരു സുഖം. ഇപ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങളെ ജയിക്കുക എന്ന് പറഞ്ഞിട്ട് നല്ല പ്രായത്തിൽ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ പഠിക്കണം. അല്ലാതെ എല്ലാം കഴിഞ്ഞ് മക്കളും പേരക്കുട്ടികളുമായിട്ട് ഇന്ദ്രിയങ്ങളെ ജയിക്കേണ്ട കാര്യത്തിൽ ഇന്ദ്രിയങ്ങൾ താനേ പോയിട്ടുണ്ടാവും. അപ്പം നല്ല പ്രായത്തിലാണ് നമ്മൾ ഇന്ദ്രിയങ്ങളെ ജയിക്കേണ്ടത്. അത് എന്താ പറയുക, സെക്ഷൽ റിലേഷൻ മാത്രമല്ല ഉള്ളത്. ഇപ്പം എനിക്ക് ഒരുപാട് ഒരുങ്ങി നടക്കുന്നത് പണ്ട് ഇഷ്ടമായിരുന്നു. ഇപ്പം ഇഷ്ടക്കുറവൊന്നുമല്ല, പക്ഷേ അത് എപ്പോഴും എനിക്കത് താല്പര്യം വരുന്നില്ല. അപ്പം അതാണ് പറയണത്, എന്ത് കാര്യങ്ങളായാലും നമുക്ക് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ താല്പര്യങ്ങൾ പോകും. അപ്പോൾ ഈ താല്പര്യങ്ങൾ കുറയും. അപ്പോൾ ആ കുറയുന്ന സമയത്ത് ഉണ്ടാക്കിയ അവിഹിതത്തിന് നമുക്ക് മാറ്റിക്കളയുമ്പോൾ ആ അവിഹിതക്കാരൻ നമ്മളെ ചൂഷണം ചെയ്യാൻ തുടങ്ങും. അപ്പം തകരണത് നമ്മൾ മാത്രമല്ല, നമ്മളെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ എന്താ പറയുക മക്കൾ, എല്ലാവരും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കണം, എല്ലാവരും അത് ബാധിക്കും. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, ഈ അവിഹിതത്തിന് ചുക്കാൻ പിടിച്ചു കൊടുക്കുന്നവരുണ്ട്. അതായത് ഒരാൾക്ക് അവിഹിതം, ഇന്ന പെണ്ണിനെ കണ്ടിഷ്ടമായി, നീ എനിക്ക് അവളെ ഒപ്പിച്ച് തരുമെന്ന് പറഞ്ഞിട്ട് ഒപ്പിച്ച് കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അവരാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വൃത്തികെട്ട നികൃഷ്ട ജീവികൾ. അറിയോ? അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ആണുങ്ങളുടെ കയ്യിൽ മാത്രമല്ല, പല സ്ത്രീകളും നിങ്ങളെ ചാക്കിലാക്കാൻ നോക്കും. അവർക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടാവും. ചാക്കിലാക്കണം എന്തിനാണ്? പിന്നെ ആൾക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പം അതും ശ്രദ്ധിക്കുക. നമ്മളെ കൂട്ടുകാരികളായാലും കൂട്ടുകാരന്മാരായാലും, ഇപ്പോൾ ഞാൻ 47 വയസ്സായ ആളാണ്. 47 വയസ്സായവർക്ക് അവനെൻ്റെ കൂട്ടുകാരനാണ്, അവനെൻ്റെ കൂട്ടുകാരിയാണ്. അവൻ എൻ്റെ കൂട്ടുകാരൻ 10-60 വയസ്സ് 55 വയസ്സായ 60 വയസ്സായ ആൾക്കാരൊക്കെ ആയിട്ട് കൂട്ടുകാരന്മാരായിക്കോ. പക്ഷേ ഈ കൂട്ടുകാരന്മാരുടെ ഉദ്ദേശം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞാനിത് പറയാനുള്ള കാരണം എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു സംഭവം, എൻ്റെ അല്ല, വേറൊരു സംഭവങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വന്നത് കൊണ്ടും ആ കുട്ടി ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രാക്ക്, അതൊക്കെ കേൾക്കുമ്പോഴും അറിയുമ്പോഴും നമ്മുടെ ഉള്ളിൽ വേദനയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു ഷോർട്സ് കണ്ടപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്, ആ കുട്ടിയുടെ കാര്യം ഓർമ്മ വന്നതും ഇതെല്ലാം.
അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. എല്ലാം നൈമിഷികമാണ്, ഒന്നും നമുക്ക് സ്ഥായി ആയിട്ടുള്ളതല്ല. അവീതക്കാരന്മാർ വന്നിട്ട് നമ്മളോട് പലതും ചക്കര തേനെ പാലെ പഞ്ചാര എന്നൊക്കെ പറയും. ഈ തേനെ പാലെ പഞ്ചാര എന്ന് പറയുമ്പോൾ അതിൽ വീഴാതെ നോക്കേണ്ടത് ഒരു സ്ത്രീയുടെ കടമയാണ്. അതിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി? നമ്മൾ മോശക്കാരിയായി. നമ്മൾ മോശക്കാരിയല്ല, നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ് അല്ലേ? ഏതാൾ വന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഭർത്താവ് നിങ്ങളെ ദ്രോഹിക്കുന്നുണ്ടെങ്കിലൊക്കെ അത് വിട്ട്, പക്ഷെ അല്ലാതെ നമുക്കൊരു ഇതുണ്ട് അല്ലേ? അങ്ങനത്തെ ഇതിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കേണ്ട, നമ്മളെ കൊണ്ടുനടക്കേണ്ട ഒരു ധർമ്മം നമുക്കുണ്ട്. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഭർത്താവ് അതിക്രൂരമായി ഉപദ്രവിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന സ്ത്രീകളുണ്ട്. അവർ മാന്യമായി നിങ്ങൾ അവരെ ഉപേക്ഷിച്ചിട്ട് വേറെ കല്യാണം കഴിച്ചിട്ട് ജീവിക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവർക്ക്, കുടുംബത്തിനും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്ക് നമ്മളുടെ ലൈഫിനെ നമ്മൾ കൊണ്ടുപോകരുത്. നമുക്കും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നമ്മളും നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ദൈവിക അംശമുള്ളവരാണ്. അപ്പോൾ ദേവിയുടെ അംശമുള്ളവരാണ്. അപ്പോൾ ആ ദേവിനെ നമ്മൾ എങ്ങനെയാണോ പൂജിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ നമ്മളെയും കാണണം. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ല മനസ്സുണ്ടാവട്ടെ, ശുദ്ധമായി ചിന്തിക്കാനും ശുദ്ധമായ മനസ്സോടുകൂടി ഇരിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.